ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് കഴുകി വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിൽക്കുന്ന ടൈമിലാണ് കുരുമുളക് പൊടി തീർന്ന ഓർമ്മ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയതാണ്. പിന്നെ വന്നിട്ട് മാങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കുരങ്ങ് കടിച്ചിട്ട് വീണാൽ തോന്നുന്നുണ്ട് കേട്ടോ. അത് എടുക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം വൈകിട്ട് വെച്ചാൽ മതിയല്ലോ, അപ്പോൾ കഴിക്കുന്ന നേരത്തേക്ക് ചൂടും ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് പൈനാപ്പിളും ഒക്കെ ഒന്ന് വെട്ടി ജ്യൂസൊക്കെ അടിച്ച് വെക്കാമെന്ന് വെച്ചിട്ട് ആ പരിപാടിയാണ് കേട്ടോ നേരത്തെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാഴ്ചേൻ്റെ മേലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു പപ്പാളി വന്നിട്ട് കുരങ്ങ് എടുത്തിട്ട് പോയല്ലോ, അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് കേട്ടോ അത്. കുരങ്ങ് ഇത് കാണാത്ത എന്താണാവോ. അപ്പോൾ കുറച്ച് മുറിച്ചെടുത്തിട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുരുമുളക് പൊടിച്ചത് കേട്ടോ. അപ്പോൾ അതും ചെയ്ത് ബാക്കിയുള്ളത് ജ്യൂസ് അടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് പൈനാപ്പിളും ഈത്തപ്പഴം ഇട്ടിട്ടൊരു അച്ചാർ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ അടുത്ത വീഡിയോ അത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ പൊടിച്ച് ചൂടാറാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചൂടിൽ ഇട്ട് വെച്ചാൽ ചിലപ്പം പൂത്ത് പോകുമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കുപ്പിയിലിട്ടിട്ട് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ഏലക്കായും കൂടെ ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല തരിയില്ലാതെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് ജ്യൂസിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചതും രണ്ടും കൂടി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിഞ്ഞ ആഴ്ച നോമ്പ് തുറക്ക് നമ്മൾ ബിരിയാണി വെച്ചെങ്കിലും കൂടിയിട്ട് തിന്നാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എന്താ വൈകുന്നേരം വരെ നമ്മൾ ആ പണികളൊക്കെ എടുത്ത് നിന്നോണ്ടാണ് തോന്നുന്നത്, തിന്നാനൊന്നും പറ്റിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഒന്നും എനിക്കങ്ങനെ ചോറ് വേണമെന്നോ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ബിരിയാണി വെച്ചാലോ എന്നൊരു തോന്നല. അപ്പോൾ അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ഒരു ബിരിയാണിയൊക്കെ ഒന്ന് വെച്ച് നോക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ബിരിയാണി പോട്ടിൽ കുറച്ച് അതിൻ്റെ കളർ ഇളകിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ നല്ല കമ്പിച്ചകിലൊക്കെ ഇട്ട് നല്ല വരച്ചെടുത്തിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പാടൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു അര കിലോനല്ല, അത് 1 കിലോനല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന പോലെ അരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ച് നോക്കാൻ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ വെക്കുകയാണ്. അപ്പം ഞാനൊക്കെ ആദ്യം കല്യാണം കഴിഞ്ഞ് പാക്കണേക്ക് പോകുന്ന ടൈമിൽ അവിടെ വന്നിട്ട് ഇങ്ങനത്തെ മഞ്ഞ കളറ് ബിരിയാണി വെക്കുമ്പോൾ നമുക്കെന്തോ ഒരു ഇഷ്ടമല്ലാത്ത പോലെയായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ പറഞ്ഞാൽ ചോറ് ഇറച്ചി തനിച്ച് വെച്ചിട്ട് അങ്ങനെ മിക്സാക്കുന്നത് പോലെയല്ല വെക്കുന്നത്. അവിടെ പോയപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നില്ല, എന്നാലും ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ശരിക്കുള്ള പോലെ ബായ് ബിരിയാണി വെക്കുന്ന പോലെയൊക്കെ നല്ല മസാലയും കാര്യങ്ങളും. അവർ മെയിനായിട്ട് വെളുത്തുള്ളിയാണ് കേട്ടോ അധികം ഇടുക, എന്നാലും അവർ ബിരിയാണി തിന്നാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർ ഇടുന്ന പോലത്തെ കുറേ മസാലയും കാര്യങ്ങളും നമുക്ക് ഇടാണ്ടായിന്നൊന്നും വരില്ല കേട്ടോ. പിന്നെ എരിവ്, ഇതിന് മെയിനായിട്ട് എരിവ് വേണം. പക്ഷേ നമുക്ക് എരിവ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലത്തെ ആൾക്കാർക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലം ഇതൊക്കെ എണ്ണയിലേക്ക്, കുരുമുളകും എണ്ണയിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ആ എണ്ണയൊക്കെ തന്നെ ഇടണം കേട്ടോ. മുളക് പൊടി കാശ്മീരി മുളകാണ് ഏറ്റവും നല്ലത്, എന്നാൽ ചോറിന് കുറച്ച് കളറും കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാൻ മറന്നിരുന്നു കേട്ടോ. ലാസ്റ്റ് ചിക്കൻ മസാല ഇട്ടു. ഇത്ര അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മസാലയിൽ കുറച്ച് വെള്ളം ഉള്ളത് കാരണം ഒരു 1.25 ഉള്ളൂ കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരി ഒന്ന് തിളച്ചതിന് ശേഷം
ബിരിയാണി ഓല ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചോറിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവും. പിന്നെ എന്നിട്ട് കുറച്ച് പട്ട ഗ്രാമ്പു എല്ലൊക്കെ പൊടിച്ച് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി മൂടി വെച്ചാൽ, അപ്പോൾ ഈ പാത്രത്തിലായതുകൊണ്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും വേണം കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. കുക്കറിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. രാത്രി 8:30 മണിക്കാണ് കേട്ടോ മോൾക്ക് ചോറ് തിന്നാൻ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്, തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.